അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദു. പ്രിയമുള്ളവരെ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളിൽ നിന്ന് കുറേ ആളുകൾ ഒരു മജ്ലിസിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരിൽ നിന്ന് ചിലർ പറയുന്നു, ഇന്നല്ലാഹ ഇത്തഖദ ഇബ്രാഹിമ ഖലീല. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖലീലാക്കിയിട്ടുണ്ട്. ഇബ്രാഹിം നബിൻ്റെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വക്കാല ആഖിറു, വേറെ ഒരു സ്വഹാബി പറയുന്നു, മൂസ കല്ലമഹു തക്ലീമ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് അള്ളാഹു സംസാരിച്ചു. മൂസാ നബിൻ്റെ മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വക്കാല ആഖിറു, വേറെ ഒരു സ്വഹാബി ആ കൂട്ടത്തിൽ നിന്ന് പറയുന്നു, ഫഈസ കലിമത്തുല്ലാഹി വറൂഹുഹു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കെലിമത്താണ്, അവൻ്റെ റൂഹാണ്. വക്കാല ആഖിറു, വേറെ ഒരു സ്വഹാബി ആദം ഇസ്തഫാഹുല്ലാഹ്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള മദ്ഹ് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അടുത്തെത്തി. നബി അവരോട് പറഞ്ഞു, ഖദ് സമിഅ്തു കലാമക്കും വ അജബക്കും. നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ അത്ഭുതപ്പെടലുമെല്ലാം ഞാൻ മനസ്സിലാക്കി, ഞാൻ കേട്ടു. ഇന്ന ഇബ്രാഹിം ഖലീലുല്ലാഹ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാ. ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ ഖലീല, ഫഹുവ കദാലിക. വ മൂസ നജിയുല്ലാഹി ഫഹുവ കദാലിക. മൂസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ചും നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. വ ഈസ റൂഹുഹു വ കലിമത്തുഹു. ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കലിമത്തും റൂഹുമാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. ഫഹുവ കദാലിക, അതും വളരെ കറക്റ്റാ. വ ആദം ഇസ്തഫാഹുല്ലാഹ്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചും നിങ്ങൾ പറഞ്ഞത് ഫഹുവ കദാലിക, അതും കറക്റ്റാ. എന്നാൽ അലാ, അറിയണേ, ഞാൻ അവരുടെ ഒക്കെ മീതയാ. വ അന ഹബീബുല്ലാഹി, ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബ. വല ഫഖ്റ, ഞാൻ മേന്മ പറയുകയല്ല, ഞാൻ ഫഖർ പറയുകയല്ല. വ അന ഹാമിലു ലിവാഇൽ ഹംദ് യൗമൽ ഖിയാമ, ഞാൻ ഖിയാമ നാളിൽ ഹംദ് എന്ന പതാക ചുമക്കുന്നവൻ ഞാനാണ്, ആ കൊടി പിടിക്കുന്നവൻ. തഹ്തഹു ആദമു ഫമൻ ദൂനഹു, അതിൻ്റെ പിന്നിലായിരിക്കും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മറ്റുള്ള എല്ലാവരും അതിൻ്റെ പിന്നിലായിരിക്കും. വലാ ഫഖ്റ, ഞാൻ ഫഖർ പറയുകയല്ല. വ അന അവ്വലു ഷാഫിഇൻ വ അവ്വലു മുശഫഇൻ, ഞാനാണ് ആദ്യം ഷഫാഅത്ത് ചെയ്യുന്നവനും എൻ്റെ ഷഫാഅത്താണ് ആദ്യമായിട്ട് സ്വീകരിക്കപ്പെടുന്നതും യൗമൽ ഖിയാമ, ഖിയാമ നാളിൽ. വലാ ഫഖ്റ, ഞാൻ ഫഖർ പറയുകയല്ല. വ അന അവ്വലു മൻ യുഹർരികു ഹൽക്കൽ ജന്ന, സ്വർഗത്തിൻ്റെ ആ വട്ടക്കണ്ണി, ആ ചങ്ങലക്കണ്ണി, അത് ആദ്യമായി ചലിപ്പിക്കുന്നവൻ ഞാനാ. ഫയഫ്തഹുല്ലാഹു ലീ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തുറന്നു തരും ആ സ്വർഗം. ഫയുദ്ഖിൽനിഹ, എന്നെ ആ സ്വർഗത്തിൽ അല്ലാഹു പ്രവേശിപ്പിക്കും. ആദ്യമായി സ്വർഗം തുറന്നുകൊണ്ട് പ്രവേശിക്കുന്നവൻ ഞാനാണ്. വ മഈ ഫുഖറാഉൽ മുഅ്മിനീൻ, എൻ്റെ കൂടെ മുഅ്മിനീങ്ങളായ ഫക്കീറന്മാർ, സാധുക്കളുണ്ടാവും. വലാ ഫഖ്റ, ഇതൊന്നും ഞാൻ മേന്മത്തരം പറയുകയല്ല, ഫഖർ പറയുകയല്ല. വ അന അക്രമുൽ അവ്വലീന വൽ ആഖിരീന അലല്ലാഹ്, ഞാൻ അല്ലാഹുവിൻ്റെ അടുക്കൽ മുൻഗാമികളെക്കാളും മുൻഗാമികളിൽ നിന്നും പിൻഗാമികളിൽ നിന്നും ഏറ്റവും ഉന്നതൻ ഞാനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ. വലാ ഫഖ്റ, ഞാൻ ഫഖർ പറയുകയല്ല എന്ന് മഹാനായ ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു, ദാരിമി റളിയല്ലാഹു അൻഹുമ, ഇവരൊക്കെ റിവായത്ത് ചെയ്ത ഹദീസിൽ കാണുന്നു. അപ്പോൾ മുഅ്മിനീങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയും ഒരു മജ്ലിസിൽ ഒരുമിച്ച് കൂടുകയും അവർ പ്രവാചകന്മാരുടെ മദ്ഹുകൾ പറയലും അവരെ സ്മരിക്കലുമൊക്കെ സുന്നത്തായ കാര്യമാണ്. മാത്രമല്ല, അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ചെയ്യുകയും പ്രവാചകൻ അത് നല്ലതാണെന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ, കുട്ടികൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മുടെ വീടുകളിൽ മജ്ലിസുകൾ സംഘടിപ്പിച്ച്, നമ്മുടെ പള്ളികളിൽ മജ്ലിസ് സംഘടിപ്പിച്ച്, നമ്മുടെ മദ്രസയിൽ മജ്ലിസുകൾ സംഘടിപ്പിച്ച് പ്രവാചകനെക്കുറിച്ചുള്ള മദ്ഹുകൾ, പ്രവാചകന്മാരെ കുറിച്ചുള്ള മദ്ഹുകൾ, പ്രത്യേകിച്ച് ഈ മാസത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ളതായിരിക്കുന്ന മദ്ഹുകൾ, കീർത്തനങ്ങൾ പറയുന്ന സദസ്സുകൾ നമ്മുടെയൊക്കെ സംഘടിപ്പിക്കുക. നമ്മുടെയൊക്കെ നാടുകളിൽ, മഹല്ലുകളിൽ, വീടുകളിൽ, പള്ളികളിൽ, മദ്രസകളിലെല്ലാം ഇങ്ങനത്തെ സദസ്സുകൾ കൂടുതൽ കൂടുതൽ ഉണ്ടാവട്ടെ എന്ന്
എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.